മസാലക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ടതിന്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ്. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം വേവിച്ചിട്ട് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയോ. അപ്പോൾ ആദ്യം നമുക്ക് കോളിഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അധികം ദിവസം ഇത് വെച്ചിരുന്നത് നന്നായിരിക്കില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതായത് ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇതാ കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു പുഴു കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ ഒരു പുഴു ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മാറ്റട്ടെ. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഞാനിവിടെ കോളിഫ്ലവർ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത കോളിഫ്ലവർ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ 3 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വലിയ സവാളയില്ല കേട്ടോ, ചെറുതാണ്. വലിയ സവാള ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി മുറിച്ചെടുക്കണം ചെയ്യണത് കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലെ 2 തക്കാളിയാണ്. ഇത് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 1 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 4 ഗ്രാമ്പു, 4 ഏലക്കായ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വന്നോട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട്, അതായത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്തതാണെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു സവാള മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള സവാള അല്ലെങ്കിൽ വലിയ സവാളയൊക്കെ ആണെങ്കിൽ 2 വലിയ സവാള മതിയാവുന്നുണ്ട് അതിലേക്ക്. ഞാനിപ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ കനം കുറച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ അളവിൽ, അതായത് 1 ടേബിൾ സ്പൂൺ അളവിലാണ്. ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയും ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. ഗരം മസാല നമുക്ക് ഒരു 3/4 ഭാഗം കുക്കായിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് നിന്ന് വെന്ത് വന്നോട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വരണ വരെ.
ഇപ്പൊ കണ്ടോ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കോളിഫ്ലവർ പീസസ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മുറിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാനിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ കുറച്ച് വെള്ളം ഉണ്ട് ഇതിൽ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ കോളിഫ്ലവറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്ന വെള്ളമാണ് ഇട്ടത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മസാലയൊന്നും കറക്റ്റായിട്ട് പിടിക്കില്ല, അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് കുറച്ച് സമയം കൂടി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോഴേക്കും ഇതൊന്ന് വെന്തും വരും. 5 മിനിറ്റും കൂടി ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഞാനൊന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങൊക്കെ ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അടച്ചു വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ട്. ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. കുറച്ചും കൂടി നന്നായിട്ട് വരും. കോളിഫ്ലവർ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലായിരിക്കും മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കണത്, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. മല്ലിയില ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ വരും. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർക്കാം. നമ്മളിതുവരെ ഗരം മസാലയുടെ പൗഡർ ചേർത്തിട്ടില്ല. ഹോൾ സ്പൈസസ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മതിയാവും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ പറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.